നല്ലതോ ചീത്തയോ ഒരു പ്രോഡക്റ്റിലോ എല്ലാ പ്രോഡക്റ്റും നല്ലതാവണമെന്നില്ല, നല്ലത് ബ്രാൻഡഡ് ആണേ പോലും. അപ്പം നല്ലതോ ചീത്തയോ അത് നമ്മൾ വാങ്ങിക്കും, എന്നിട്ട് അത് നമ്മൾ ട്രൈ ചെയ്യും. ഇപ്പം ചീത്തയാന്ന് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിലും അത് അറിഞ്ഞിരിക്കണമല്ലോ. അതെ അതെ, അതുകൊണ്ട് നമ്മൾ അത് നല്ലൊരു പോയിന്റ് കേട്ടോ. യൂസ് ചെയ്തിട്ട് മാത്രം അത് കൊള്ളില്ല അങ്ങനെ പറയുന്നത്. ഓക്കെ, എന്തൊക്കെ സ്കിൻ കെയറാണ് നിങ്ങൾ പേഴ്സണലി എടുക്കാറ്? ഞാൻ യൂഷ്വലി ഇവളുടെ എന്തെങ്കിലും സ്കിൻ കെയർ എനിക്ക് തരും, ഇവള് മേടിച്ച് പരാജയപ്പെടുമല്ലോ, അപ്പൊ ഇത് പറയും ഇത് ഇതെനിക്ക് ശരിയാവുന്നില്ല, അത് ദൈവസഹായിച്ച് ഇവള് തരുമ്പോ എനിക്കത് വർക്കൗട്ട് ആവുന്നു. അങ്ങനെ തന്നെ പറഞ്ഞാണ് തരുന്നത്, ഇത് സൂപ്പർ ആണെന്ന് പറഞ്ഞാണ് തരുന്നത്. ഞാൻ മിക്കോട് പറയും എനിക്ക് ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട്, സൂപ്പറാ. രണ്ടുപേരും ഒന്നെങ്കിൽ ഇവള് പരാജയപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവളുടെ ടേബിളിൽ സ്ഥലം ഉണ്ടാവില്ല, അപ്പൊ അത് എനിക്ക് എടുത്ത് തരും, ഞാൻ എന്റെ ടേബിളിൽ കൊണ്ടുപോകും. ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്താണ് ചേച്ചിയുടെ? ആക്ച്വലി പറയട്ടെ, സത്യസന്ധമായിട്ട് പറഞ്ഞു സ്കിൻ കെയർ ഇല്ല. ഞാൻ മറ്റേ ക്യൂരിയസ് ആയിട്ട് കേൾക്കാൻ വരുമായിരുന്നു രാവിലെ ഞാൻ എണീറ്റ്. അല്ല, കുറേ പ്രോഡക്ട്സുകൾ വാങ്ങും, അത് ട്രൈ ചെയ്യണമെന്ന് വെക്കും. ഇപ്പോഴും എൻ്റെ കബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിക്കാത്ത കുറേ കാണും, പിന്നെ അത് എക്സ്പയർ ചെയ്യുമ്പോൾ എടുത്ത് കളയും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മെയിനായിട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ഫേസ് വാഷ്, സ്കിൻ ടൈപ്പ് നോക്കുക, അതിന് പറ്റുന്ന ഒരു ഫേസ് വാഷ്, അതിനുശേഷം ഒരു ടോണർ, ഒരു മോയ്സ്ചറൈസർ, രാവിലെ ആണെങ്കിൽ സൺസ്ക്രീൻ, ലിപ് ബാം കൂടെ യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത്. നിങ്ങൾ കാറിലല്ലേ വന്നേ? ആ യൂസ് ചെയ്യാത്ത പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് കാറിൽ വെച്ച് കൊണ്ടു എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ ഞാനെടുത്ത് കളയും. ചുമ്മാ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതൊന്നും ചേട്ടന് കൊടുക്കൂലേ? ഇപ്പോ അതാ ഞാൻ പറഞ്ഞേ, കുറച്ചൊക്കെ കൊടുക്കും, കുറച്ചൊക്കെ ഞാൻ വെക്കും. ഇനി ഒത്തിരി സുന്ദരനായി പോയാലോ.